കഥ പ്രണയലേഖനം. അലാറം അടിച്ചപ്പോൾ തന്നെ നിവിൻ ഉണർന്നു. ഫ്രഷായി ഷട്ടിൽ കളിക്കാനായി കറുപ്പിൽ ചുവപ്പുള്ള തൻ്റെ ഫേവറിറ്റ് ബുള്ളറ്റിൽ യാത്ര തുടങ്ങി. ആ യാത്ര ചെന്നെത്തിയത് വിഷ്ണുവിൻ്റെ വീടിൻ്റെ മുൻപിലായിരുന്നു. നീട്ടിയൊരു ഹോൺ അടിച്ചു. പ്രതികരണം ഒന്നും കാണാഞ്ഞപ്പോൾ പിന്നെയും ഹോൺ അടിച്ചു. പെട്ടെന്ന് വാതിലിൽ അംബിക വന്നു. അവൻ റെഡിയാകുന്നുള്ളൂ മോനെ. മോൻ ഇറങ്ങി വാ. ഇതുവരെ റെഡിയായില്ലേ ആൻറ്റി? ഉണരാൻ വൈകി. മോന് ചായ എടുക്കട്ടെ? വേണ്ട ആൻറ്റി. ഇപ്പോൾ ട്രീസിയെ കാണാറേ ഇല്ലല്ലോ. നേരത്തെ പള്ളിയിൽ പോകുന്ന വഴി ഇടയ്ക്കൊക്കെ ഇതിലേ വരുമായിരുന്നു. അമ്മച്ചി ഇപ്പോൾ ഒരു സൈഡ് ബിസിനസ് തുടങ്ങി ആൻറ്റി. ഭയങ്കര ബിസിയാണ്, അതാ. എന്താ മോനെ? കേക്ക് ബേക്കിംഗ്. അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആഹാ, നന്നായി മോനെ. സോറിടാ, എഴുന്നേൽക്കാൻ വൈകി. വിഷ്ണു അവിടേക്ക് വന്ന് പറഞ്ഞു. ഹയ്യടാ, പറച്ചിൽ കേട്ടാൽ തോന്നും അളിയൻ എന്നും നേരത്തെയാണെന്ന്. നിവൻ പറഞ്ഞു. ഇവൻ ഓരോ ദിവസവും മടിയനായി വരുമോ മോനെ? അംബിക ഏറ്റുപിടിച്ചു. നമുക്ക് റെഡിയാകാം അമ്മേ, നിവിൻ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. നിവിൻ വിഷ്ണുവിനെയും കൂട്ടി യാത്രയായി. 10ാം ക്ലാസ് മുതലുള്ള സൗഹൃദമാണ് രണ്ടുപേരും. കോളേജിലും ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്നതും ഒന്നിച്ചാണ്. ഇവരുടെ സൗഹൃദം തുടങ്ങിയത് തന്നെ ഷട്ടിൽ കളിയിലൂടെയാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു. രണ്ടുപേരും ഷട്ടിൽ കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നിവിൻ്റെ ബുള്ളറ്റിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നത് വിഷ്ണു കണ്ടത്. ടാ, നിന്റെ വണ്ടിയിലൊരു ഗിഫ്റ്റ് ബോക്സ് നോക്ക്. വിഷ്ണു കാണിച്ചു കൊടുത്തപ്പോഴാണ് അവനത് കണ്ടത്. അവനത് എടുത്തു നോക്കി. ഒരു റെഡ് ഗിഫ്റ്റ് കവറിൽ പൊതിഞ്ഞു വച്ചിട്ടുണ്ട്. അത് തുറന്നു. അതിലൊരു ബോക്സിൽ നിറയെ മുല്ലപ്പൂക്കളായിരുന്നു. നിവിൻ്റെ നാസികത്തുമ്പിലേക്ക് മുല്ലപ്പൂക്കളുടെ മണം മയക്കുന്ന ഗന്ധം ഇരച്ചു കയറി. അതിനകത്ത് ഒരു കുഞ്ഞു കത്ത്. അവനത് തുറന്നു. നിന്റെ പ്രണയ സാമ്രാജ്യത്തിലേക്ക് എത്താനുള്ള തീർത്ഥയാത്രകളാണ് എൻ്റെ ഓരോ ജന്മങ്ങളും. എനിക്ക് നിങ്ങളോട് അടങ്ങാത്ത പ്രണയമാണ്. ബൈ. എന്നെന്നും നിൻ്റേത് മാത്രം. ഫോർ എവർ യുവേഴ്സ്. ഇതാരാടാ? വിഷ്ണു അവൻ്റെ കയ്യിൽ നിന്നും കത്ത് വാങ്ങി വായിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാ? നീ അറിയാത്ത നിന്റെ വണ്ടിയിൽ കൊണ്ട് ഇത്ര അധികാരത്തിൽ ഇതാരാണ് വയ്ക്കുന്നത്? സത്യം പറ, ഞാൻ അറിയാതെ നീ പ്രേമം തുടങ്ങി അല്ലേ? ആരടാ ആള്? പോടാ, എനിക്കറിയില്ല സത്യം. മോനെ നിവിനെ, അടവൊക്കെ കൈ വെച്ചാൽ മതി. എടാ സത്യം. ഉടനെ നിവിൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പറാണ്. ഹലോ. ഹലോ ഇച്ചായ. മധുരമായ ശബ്ദം കാതിൽ അലയടിച്ചു. ഹലോ, ആരാണ്? ഗിഫ്റ്റ് കിട്ടിയോ? ഇതാരാണ്? നിവിൻ്റെ സ്വരം കടുത്തു. ഞാൻ. ഫോർ എവർ യുവേഴ്സ്. ഞാനാണ് ആ ഗിഫ്റ്റ് വെച്ചത്. അതിൽ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് പ്രണയമാണ്. അത്രയും പറഞ്ഞ് കോള് കട്ടായി. ആരാടാ? വിഷ്ണു ചോദിച്ചു. ഏതോ ഒരു പെണ്ണ്. അവളാണ് ഈ കത്ത് വെച്ചതെന്ന്. അതേതാണ്? എനിക്കെങ്ങും അറിയില്ല. ഏതോ വട്ടുപിടിച്ച ഒരെണ്ണം. നീ കയറ്. ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ ടൈം പോവും. അവൻ വണ്ടിയിലേക്ക് കയറി. ഇനി നിവിനെക്കുറിച്ച് പറയാം. തഹസിൽദാരായ മാത്യൂസിൻ്റെയും ട്രീസ മാത്യൂസിൻ്റെയും 3 മക്കളിൽ മൂത്തവൻ നിവിൻ മാത്യൂസ്. നിവിന് താഴെ 2 പെൺകുട്ടികൾ, നീന, ആനി മാത്യൂസ്, നിത മാത്യൂസ്. അമ്മ ട്രീസ മാത്യൂസ് നല്ലൊരു കുടുംബിനിയായി കഴിയുന്നു. നിവിൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നീന അവസാന വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. നിത MCOMന് 1ാം വർഷമാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നതാണ് അവളുടെ ആഗ്രഹം. നിവിൻ വീട്ടിൽ ചെന്ന് കുളിക്കാനായി കയറി. കുളി കഴിഞ്ഞിറങ്ങിയ നിവിൻ തൻ്റെ ലാപ്ടോപ്പ് ബാഗിൽ എടുത്തു വെച്ചു. ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. ലൈറ്റ് റോസ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ഇട്ട് ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് കഴുത്തിലിട്ട് താഴേക്കിറങ്ങി. അവിടെ ട്രീസയും നീതയും ഭയങ്കര വഴക്കാണ്. രാവിലത്തെ ഭക്ഷണത്തെ ചൊല്ലിയാണ്. എൻ്റെ അമ്മച്ചി എന്നും ഈ ഇടിയപ്പം അപ്പാക്കിഷ്ടമാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കരുത്. നിതയുടെ വർത്തമാനം കേട്ട് ഉള്ളിൽ വന്ന ചിരി അടക്കിയാണ് നിവിൻ അവിടേക്ക് നടന്നത്. ദേ പെണ്ണെ, വേണമെങ്കിൽ കഴിച്ചിട്ട് പോയിക്കോണം. ട്രീസ അവളെ താക്കീത് ചെയ്തു. അവൾ പറഞ്ഞതും കാര്യമില്ലേ അമ്മച്ചി? ഇതിപ്പോൾ ഈ ആഴ്ച 3ാമത്തെ തവണയാണ് ഇടിയപ്പം. നിവിൻ നിതയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ചേട്ടായി. അപ്പോഴേക്കും റെഡിയായി മാത്യൂസും അവിടേക്ക് വന്നിരുന്നു. എന്താ രാവിലെ അമ്മച്ചിയും മക്കളും കൂടെ ഒരു കശപിശ? എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് ഈ ആഴ്ച ഇത് 3ാമത്തെ തവണയാണ് ഇടിയപ്പം കഴിക്കുന്നത്. അതിനെന്താ, ഇടിയപ്പം നല്ല ഫുഡല്ലേ? ആ ബെസ്റ്റ്.
അപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും അമ്മച്ചിക്ക് പ്രോത്സാഹനം കൊടുക്കരുത്. നിവിൻ പറഞ്ഞു. ഞാനേ എൻ്റെ കെട്ടിയോന് ഇഷ്ടപ്പെട്ടതേ ഉണ്ടാക്കൂ. നിനക്കൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇടിയപ്പം എടുത്ത് മാത്യൂസിൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് ട്രീസ പറഞ്ഞു. എന്തൊരു സ്നേഹം. നീത പറഞ്ഞു. അതെടി, 24 വർഷമായിട്ട് സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ട്രീസ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്കറിയാമേ, നിവിൻ പറഞ്ഞു. എല്ലാ ദിവസത്തെയും പോലെ കുറേ കളിചിരികളും സന്തോഷങ്ങളുമായി ആ പ്രഭാത ഭക്ഷണവും കഴിഞ്ഞു. വൈകുന്നേരം നീനമോൾ വരും. നിങ്ങളിൽ ആരാ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്? ട്രീസ മാത്യൂസിനോടും നിവിനോടുമായി ചോദിച്ചു. അയ്യോ, എനിക്ക് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ടല്ലോ അമ്മച്ചി. അപ്പോൾ പോയി കൊണ്ടിട്ടില്ലേ? നിവിൻ മാത്യൂസിനായി ചോദിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം, മാത്യൂസ് പറഞ്ഞു. എങ്കിൽ വൈകിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങ്, ഞാനും കൂടി വരാം. അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ട്രീസ പറഞ്ഞു. അമ്മച്ചിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും നീന ചേച്ചി ഗൾഫിൽ നിന്നാണ് വരുന്നതെന്ന്. ചെന്നൈയിൽ നിന്നും അല്ലേ? നീയൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടത് എന്നോട് ഓർഡർ ചെയ്ത് കഴിക്കുമല്ലേ? എൻ്റെ കുഞ്ഞ് അവിടെ ഹോസ്റ്റലിലെ ആഹാരവും കഴിച്ച് ഇവിടെ വരുമ്പോൾ വല്ലതും വായിക്ക് രുചിയായിട്ട് കഴിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ഞങ്ങൾക്കും ഉണ്ട് ഇഷ്ടങ്ങളൊക്കെ. നിത വിടാൻ ഭാവമില്ല. നിതയും അമ്മച്ചിയും വീണ്ടും വിഷയത്തിൽ നിന്നും തെന്നി മാറി വഴക്കിന് വക്കിലെത്തിയപ്പോൾ അപ്പ ഇടപെട്ടു. എത്രയൊക്കെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് അമ്മച്ചിയുടെ കവളിൽ ഒരു മുത്തം നൽകിയിട്ടേ പോകൂ. അപ്പ പോലും പലപ്പോഴും ഞങ്ങൾ മക്കൾക്ക് ഒരു മാതൃകയാണ് ഞങ്ങളുടെ അപ്പനും അമ്മച്ചിയും. അവരിപ്പോഴും പ്രണയിക്കുകയാണെന്ന് തോന്നിപ്പോവും. ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ വേണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അമ്മച്ചി എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും അപ്പ അത് ചെയ്തിരിക്കും. സ്നേഹക്കൂട് എന്ന ആ വീട് പേര് പോലെ തന്നെ സ്നേഹം മാത്രം പകരുന്നൊരു കൂടാണ്. വീട് പണിതപ്പോൾ തിരുമുറ്റത്ത് എന്ന തൻ്റെ കുടുംബ പേരിടാതെ മാത്യൂസ് ഇട്ട പേരാണത്. അത് മാത്യൂസിൻ്റെ ഒപ്പമാണ് നിത കോളേജിൽ പോകുന്നത്. നിവിൻ തൻ്റെ ഫേവററ്റ് ബുള്ളറ്റിലും. ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നിവിൻ കണ്ടിരുന്നു വാതിൽക്കൽ നിന്ന് ഹർഷയോട് പഞ്ചാരി അടിക്കുന്ന വിഷ്ണുവിനെ. 3 പേരും എഞ്ചിനീയറിംഗ് മുതലേ കൂട്ടുകാരാണ്. നിവിനും ഹർഷയും കോളേജ് ഇൻ്റർവ്യൂ സെലക്ട് ആയതാണ്. അതിനുശേഷം നിവിൻ്റെ കെയർ ഓഫിലാണ് വിഷ്ണു ടെക്നോയിൽ ജോലിക്ക് കയറുന്നത്. ഹർഷയും വിഷ്ണുവും കോളേജ് മുതലേ പ്രണയത്തിലാണ്. നിവിനെ കണ്ടതും വിഷ്ണു പെട്ടെന്ന് അവൻ അടുത്തേക്ക് ചെന്നു. എന്താണളിയ ഇത്രയും താമസിച്ചത്? ട്രാഫിക് ബ്ലോക്ക്. നിന്റെ പഞ്ചാരയടി രാവിലെ തുടങ്ങുമല്ലോ. അയ്യേ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ പഞ്ചാരയടിക്കൊന്നും ആയിരുന്നില്ല. പിന്നെ നീ അവിടെ കുമ്പസാരിക്കുമായിരുന്നോ? ഞാൻ നിന്റെ പൂക്കാരിയെക്കുറിച്ച് പറയായിരുന്നു. ഹോ, ന്യൂസെല്ലാം നീ കറക്റ്റായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ അളിയോ പറ്റൂ. നിവി, ചെലവുണ്ട് കേട്ടോ, ഹർഷ പറഞ്ഞു. എടി, ഇതാരോ എന്നെ പറ്റിക്കാൻ ചെയ്യുന്നതാണ്. ഇവൻ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനി അതോടെ എൻ്റെ മണ്ടയ്ക്ക് വെച്ചോ. ഇത് നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കും നിവി, ഹർഷ പറഞ്ഞു. എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ, നിവിൻ ചിരിയോടെ പറഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിലാണ് റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി ഒരു ഇല്ലൻ്റ് കാർഡ് കൊണ്ടുവന്ന് നിവിൻ്റെ കയ്യിൽ കൊടുത്തത്. സാറിന് ഓഫീസ് അഡ്രസ്സിൽ വന്നതാണ്. അവൻ അത് വാങ്ങി തൻ്റെ സീറ്റിലേക്ക് കൊണ്ടുപോയി തുറന്നു. എൻ്റെ മാത്രം നിവിന്. നമ്മുടെ പ്രണയം പിറന്നത് ചുമരുകൾക്ക് പുറത്തായിരുന്നു. ഇരുട്ടത്തും കാറ്റത്തുമായിരുന്നു. വെറും മണ്ണിലായിരുന്നു. അതുകൊണ്ടല്ലേ വേരിനും പൂവിനും ചേറിനും നിന്റെ പേരറിയാമെന്നായത്. എന്ന് എന്നെന്നും നിൻ്റേത് മാത്രം. ഫോർ എവർ യുവേഴ്സ്. അതിലേക്ക് നോക്കി നിവിൻ ഇരുന്നു. ദൈവമേ, ഇതേതോ ഓളംപാറയിൽ നിന്ന് ചാടിയതാണോ ആവോ? എന്തായാലും ഇത് ആരെങ്കിലും തന്നെ പറ്റിക്കാനായി ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല, അവൻ മനസ്സിലോർത്തു. ശേഷം ആ കത്ത് മടക്കി പോക്കറ്റിൽ വെച്ച് ജോലിയിൽ തുടർന്നു. പക്ഷേ മനസ്സിലിടയ്ക്കിടെ ആ കത്തും രാവിലത്തെ മുല്ലപ്പൂക്കളും ഓടി വന്നു. എങ്കിലും ആരായിരിക്കും? വെറുതെ തന്നെ വട്ടുകളിപ്പിക്കാൻ കൂട്ടുകാരാരെങ്കിലും? അല്ലെങ്കിൽ തന്നെ ഒളിഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടോ? ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി അത് തുടർന്നു. ഡാ, നീ എന്ത് സ്വപ്നം കാണുവാ? വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ടാണ് നിവിൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. നീ എന്താ ചോദിച്ചത്? അപ്പം നീ ലോകത്തെങ്ങും അല്ല. രാവിലെ തൊട്ട് നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വിഷ്ണു കളിയാക്കി. എടാ, എനിക്കിപ്പോൾ ഒരു കത്ത് വന്നു. വിഷ്ണുവിനെ കത്തും കാണിച്ചു. എങ്കിലും ആരായിരിക്കും ഇത്? എനിക്കറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കോ? ഇനി സത്യം പറ, എന്നെ ഫൂളാക്കാൻ നീയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? പിന്നെ എനിക്ക് വട്ടല്ലേ? എങ്കിൽ പിന്നെ എന്തെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർക്ക് അയച്ചുകൂടെ? അതുമാത്രമല്ല, ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ള കാലത്ത് ഇല്ലെൻറ്റും കത്തുമായിട്ട് ആരെങ്കിലും വരൂ? ഇതെങ്ങാനും ഹർഷ കേട്ടാ ഇന്ന് തന്നെ ബ്രേക്കപ്പാണ്. ഞാനും അത് തന്നെയാണ് ഓർത്തത്. എന്ത്, എൻ്റെ ബ്രേക്കപ്പോ? പോടാ,
ആരാണിതൊക്കെ ചെയ്യുന്നതെന്ന്. പണ്ട് കോളേജിൽ പഠിച്ച കാലത്ത് നിന്റെ വല്ല ആരാധികമാരും ആവോ? പോടാ, ഇത് ശരിക്കും ആരോ എനിക്കിട്ട് പണി തരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പക്ഷേ നിന്റെ ഏതോ ആരാധികയായിട്ടാണ് തോന്നുന്നത്. പോടാ, നിനക്ക് തമാശ. എവിടം വരെ പോകുമെന്ന് നോക്കാം. വിടടാ, നമുക്ക് ഈ മൂഡൊക്കെ മാറ്റാം. ഇപ്പോൾ ഒരു കോഫി കുടിക്കാം. എന്നിട്ട് എനിക്കും ഹർഷയ്ക്കും ഒരു ഷോപ്പിംഗ് ഉണ്ട്. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ കൂടെ പോരെ. ഇന്നലെ PK കമ്പനി മീറ്റിംഗ്. നിന്നോട് ഞാനത് പറയാൻ വിട്ടുപോയി. അത് മാറ്റിവെച്ചു. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാം. ഓക്കേടാ. വൈകുന്നേരം അല്പം നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വിഷ്ണുവിനോടും ഹർഷയോടും ഒപ്പം മാളിലേക്ക് പോയി. അവിടെ അവരോടൊപ്പം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഫുഡ് കോർട്ടിൽ കയറി ചെറുതായി ഒന്ന് തട്ടി. അത് കഴിഞ്ഞ് അടുത്ത് കണ്ട ടെക്സ്റ്റൈൽസിലേക്കും കയറി. ജെൻസ് ടെക്സ്റ്റൈൽസ് ആയിരുന്നതിനാൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. വിഷ്ണുവും ഹർഷയും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിനിടയ്ക്ക് തനിക്ക് മാച്ചായ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് നോക്കുകയായിരുന്നു നിവിൻ. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു കൈ വന്ന് ചുമലിൽ പിടിച്ചത്. തിരിഞ്ഞു നോക്കിയപ്പോൾ മുൻപിൽ നിത. ചേട്ടായിക്ക് ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയാണോ മീറ്റിംഗ്? നിത ചോദിച്ചു. അത് മാറ്റിവെച്ചു. അല്ല, നീ എന്താ ഇവിടെ? കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോകാതെ കറങ്ങി നടക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ. സത്യം പറയടി, നീ നിൻ്റെ ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങാൻ വന്നതല്ലേ? നിവൻ കളിയാക്കി ചോദിച്ചു. പിന്നെ ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങാൻ വന്ന ഉടനെ ചേട്ടായി ഇവിടെ കണ്ടിട്ട് ഞാൻ സംസാരിക്കാൻ വരികയല്ലേ? അപ്പം തന്നെ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോവല്ലേ ചെയ്യാം. എടി ഭീകരി, നീയാള് കൊള്ളാലോ. എന്നിട്ട് നിന്റെ ഫ്രണ്ട് എവിടെ? ഒറ്റ കളർ ഷർട്ട് തിരയുന്ന സെക്ഷനിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് നിത കൈ ചൂണ്ടി. നീവൻ അവിടേക്ക് നോക്കി. ഹേയ് പല്ലവി, നിത വിളിച്ചു. പിന്തിരിഞ്ഞു നിന്ന് ആ പെൺകുട്ടി അങ്ങോട്ട് നോക്കി. ഇതാണ് നമ്മുടെ കഥാനായിക പല്ലവി. പല്ലവി മോഹൻ. ഇനി വന്നേ പല്ലവി. നിത അവൾ അവിടേക്ക് ക്ഷണിച്ചു. നിവിൻ പല്ലവിയെ തന്നെ നോക്കി. ഭംഗിയായ കണ്ണുകൾ, എഴുതി ഒരു നീളൻ മുടിക്കാരി. ഒരു ആംഗിൾ ലെങ്ത് ജീൻസും കരിനീല കളർ ടോപ്പുമായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ ഒരു സ്റ്റോള് ചുറ്റിയിട്ടുണ്ട്. ആരും കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന സൗന്ദര്യമുള്ളൊരുവൾ. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഒരു നിമിഷം അവളുടെ നോട്ടം അവനിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ മാറ്റിക്കളഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.